കൺഫ്യൂഷൻ മാട്രിക്സിൻ്റെ വേറൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺഫ്യൂഷൻ മാട്രിക്സ് വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഇങ്ങനെയാണ് വരച്ച് വയ്ക്കാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കാം. ടേബിളോട് വരയ്ക്കാം. ടേബിൾ വരച്ചിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ എന്താണ് സപ്പോസ് 1000 പേഷ്യൻസ് ഗെറ്റ് ടെസ്റ്റഡ് ഫോർ ഫ്ലൂ. ഔട്ട് ഓഫ് ദം 9 ആർ ആക്ച്വലി ഹെൽത്തി ആൻഡ് 1000 ആർ ആക്ച്വലി സിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആക്ച്വൽ ഹെൽത്തി, എന്താണ് ആക്ച്വൽ സിക്ക്, പ്രെഡിക്റ്റഡ് ഹെൽത്തി, പ്രെഡിക്റ്റഡ് സിക്ക്, ഇങ്ങനെയോടെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്താണ് ഫസ്റ്റ് എന്താണ് ഇവിടെ TP ആണ് വരിക, ഇവിടെ എന്താണ് FP വരിക, ഇവിടെ FN ആണ് വരിക, ലാസ്റ്റ് TN വരിക. TN ഇവിടെ ഞാൻ എഴുതാൻ സൗകര്യമില്ല, തൽക്കാലം TN. ഇനി നമ്മളെന്ന് ഈ വാല്യൂസ് കണ്ടുപിടിക്കാം. 1000 പേഷ്യൻസ് ടെസ്റ്റഡ് ഫോർ ഫ്ലൂ, ഔട്ട് ഓഫ് 900 ആർ ആക്ച്വലി ഹെൽത്തി. അപ്പോൾ ആക്ച്വൽ ഹെൽത്തി എത്രയാണ്, 10,000 പേഷ്യൻസ് ഉണ്ട്, അതിൽ ആക്ച്വൽ ഹെൽത്തി എത്രയാണ്, 900 ആണ്, 9000 ആണ്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ നോക്കുമ്പോൾ 9,000 ആക്ച്വൽ ഹെൽത്തി ഉണ്ട് അല്ലേ. ഈ ആക്ച്വൽ ഹെൽത്തിൻ്റെ നേരെ താഴെ ഏറ്റവും താഴെ നിങ്ങൾ എഴുതിയേക്കുക 9,000. കാരണം ആക്ച്വൽ ഹെൽത്തിൻ്റെ മൊത്തം കൗണ്ട് 9,000 ആണ്. പക്ഷേ അതിൽ കുറച്ചെണ്ണം പ്രെഡിക്റ്റഡ് ഹെൽത്തും കുറച്ചെണ്ണം പ്രെഡിക്റ്റഡ് സിക്കും ആയിട്ടാണ് വരുന്നത്. അതായത് ഈ രണ്ട് കോളത്തിലായിട്ട് രണ്ട് ഇതിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് TPയിൽ FN ആയിട്ട് അത് ഫില്ല് ചെയ്യണം. ആക്ച്വൽ ഹെൽത്തി ശരിക്കും 9,000 ആണ്, അതാണ് പറഞ്ഞത് ആക്ച്വൽ ആർ ഹെൽത്തി. അതിൻ്റെ ആക്ച്വൽ സിക്സ് എത്രയാണ്, 1000. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരെ 1000 വരുന്നത്. ഫോർ സിക്ക് പീപ്പിൾ എന്താണ് 1000 ആണ്, ആക്ച്വൽ സിക്ക് 1000 ആണ്. അതിൽ ഫോർ സിക്ക് പീപ്പിൾ ടെസ്റ്റ് വാസ് പോസിറ്റീവ് 620. എന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വൽ സിക്കിൽ പ്രെഡിക്റ്റഡ് സിക്ക് എത്രയാണ് വരുന്നത്, 620 ആണ്. എന്ന് വെച്ചാൽ 620 ആണ് ട്രൂ നെഗറ്റീവ്. കാരണം എന്താണ്, ആക്ച്വൽ സിക്ക് 1000 പേരുണ്ട്, പക്ഷേ അതിൽ 620 പേരെ സിക്കായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്രയാണ്, 620, 80, 700, 350 അല്ലേ, 350 എന്താണ് പ്രെഡിക്റ്റഡ് ഹെൽത്തിയാണ്. ആക്ച്വൽ സിക്ക് 1000 ഉണ്ട്, അതിൽ പ്രെഡിക്റ്റഡ് സിക്ക് 620 ആണ്, ബാക്കി 380, അതായത് ഫാൾസ് പോസിറ്റീവ് 380 ആണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഫോർ ദ സെയിം ടെസ്റ്റ് വാസ് പോസിറ്റീവ് ഫോർ 180. എന്ന് വെച്ചാൽ എന്താണ്, ഫോർ ഹെൽത്തി പീപ്പിളിൻ്റെ കേസിൽ 180 പീപ്പിളിനെ എന്ത് ചെയ്തു, പ്രെഡിക്റ്റഡ് സിക്ക്. അപ്പം 180 ആണ് പ്രെഡിക്റ്റഡ് സിക്ക് ആക്ച്വൽ ഹെൽത്തിയിൽ. ആക്ച്വൽ ഹെൽത്തി ആയിട്ട് 9,000 ഉണ്ട്, പക്ഷേ അതിൽ 180നെ സിക്കായിട്ട്. ബാക്കിയുള്ള എത്രയാണ്, 9,000 180 കുറച്ച് എത്രയാണ്, 8,000 അല്ലേ, 8,820 അല്ലേ, 8,820 എന്ത് വരുന്നുണ്ട്, 8,820 പ്രെഡിക്റ്റഡ് ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, TP, FP, TN, FN കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ആക്യുറസിയോ പ്രെസിഷനോ റീകോളോ ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എഴുതിയേക്കാം. TP എത്രയാണ്, TPയുടെ വാല്യൂ 8820. FP അതായത് ഫാൾസ് പോസിറ്റീവ് 380. പിന്നെ എപ്പോഴും അവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് എഴുതുകയാണ്. PS എന്താണ് ട്രൂ നെഗറ്റീവ് വാല്യൂ എത്രയാണ്, 620. ബാക്കി എത്രയാണ്, 620 ആണ്. ബാക്കി എത്രയാണ്, 180 ആണ് ഫാൾസ് നെഗറ്റീവ് 180. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫോർമുല അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പ്രെസിഷനും റീകോളും ആക്യുറസിയും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.